കാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒരു കാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം കവിഴക്കരയും താണ്ടി Radio Rung, color your life. ഗുഡ് ഈവനിങ്. റേഡിയോ രംഗ് സിംഫണിയിലെ ഈ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 38 വർഷം കഴിഞ്ഞ് ബഹ്റൈനിൽ എന്നൊക്കെ ഇങ്ങനെ 38 വർഷവും കുറേ മാസവുമായി എന്നൊക്കെ ഇങ്ങനെ വലിയ ഭാവത്തിലാണ് നടക്കുന്നത്. ആളുകളോടൊക്കെ പറയും ബഹ്റൈനിൽ ഞാൻ 38 വർഷം കഴിഞ്ഞ ആളാണെന്നൊക്കെ. പക്ഷെ എന്നേക്കാൾ വളരെ സീനിയറായ ഒരാളെ ഇതാ എൻ്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട്. അന്ന് 36 വർഷം മുമ്പ് തൊട്ട് ഞാൻ അറിയുന്നയാളാണ്. ഏകദേശം അന്നുണ്ടായിരുന്നത് പോലെ തന്നെ എനിക്കാണെങ്കിൽ അന്ന് നിറയെ തലമുടിയൊക്കെ ഉണ്ടായിരുന്നു, മുടിയൊക്കെ പോയി. ഷംസ് കൊച്ചിനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കനം കുറഞ്ഞു, അത്രമാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ട് 28 വർഷം ബഹ്റൈനിലെ എല്ലാ പ്രോഗ്രാമുകളുടെയും വേദികളിൽ ഈ ഹാർമോണിയമായിട്ട് നിറഞ്ഞു നിന്നിരുന്ന ഷംസ് വന്നിരിക്കുകയാണ് മകനുമായിട്ട്. ഷംസിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ സ്വാതി തിരുനാൾ രാജാവിനെ ഗർഭശ്രീമാൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാരണം അദ്ദേഹം ഗർഭത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ രാജ അർഹത ജനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതുപോലെയാണ് ഷംസ് ഗർഭശ്രീമാനാണ് സംഗീതത്തിൽ. അവരുടെ കുടുംബത്തിൽ അവരെല്ലാം സംഗീതത്തിലേക്കാണ് പിറക്കുന്നത്. ഷംസിൻ്റെ അച്ഛൻ തന്നെ സംഗീത തൽപരനായിരുന്നു. മ്യൂസിക് വായിക്കുകയൊക്കെ ചെയ്യായിരുന്നു, അല്ലേ? ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയും പാട്ട് എഴുതുകയും പാടുകയും ഒക്കെ ചെയ്യായിരുന്നു. ഷംസിൻ്റെ അനിയനാണ് സുപ്രസിദ്ധ ഗായകനായ അഫ്സൽ. ഷംസിൻ്റെ സഹോദരൻ നിങ്ങൾ എത്ര പേരാണ്? 7 പേരും. ആ 7 പേരും പാട്ടിൽ ഉള്ളവരല്ലേ? അൻസർ പാടും. അതെ. എന്നാലും 7 പേരും സംഗീതത്തിൽ ആ പന്ഥാവിൽ തന്നെ ജീവിക്കുന്നവരല്ലേ, അതിന് പ്രാധാന്യം കൊടുത്തിട്ട് ജീവിക്കുന്നവരല്ലേ. അതേപോലെയാണ് ഷംസിനൊരു മകളും ഒരു മകനുമുണ്ട്. അവരും പാട്ടുകാരാണ്. മകൻ നിദാൽ ഇവിടെ നമ്മളുടെ കൂടെ ഉണ്ട്. മകൻ ബഹ്റൈനിൽ ജനിച്ചു വളർന്നതല്ലേ നിദാൽ? ജനിച്ചു വളർന്ന നിദാൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇവിടെ തന്നെ ആയിരുന്നു എന്റെ ജനനവും പഠനവും എല്ലാം, വിദ്യാഭ്യാസവും എല്ലാം ഇവിടെ തന്നെ, പാട്ടും എല്ലാം. ഷംസിന് ഒരു മകളുണ്ട്, നെഹ്ല. നെഹ്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ബഹ്റൈനിലെ സ്റ്റേജുകളിലൊക്കെ പാട്ടുപാടി. ഷംസ് അപ്പോഴൊക്കെ ഹാർമോണിയം വായിച്ചിട്ട് നെഹ്ലയുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. വളരെ വർഷം നെഹ്ല ബഹ്റൈനിൽ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാട്ടുപാടി പോയി ജീവിക്കുകയായിരുന്നു. നെഹ്ല ഇപ്പൊ എവിടെയാണ്? നെഹ്ല ദുബായിലായിരുന്നു. അവര് കുടുംബമായിട്ട് ദുബായിലായിരുന്നു. ഇപ്പൊ അവർക്ക് 3 കുട്ടികളുണ്ട്. ഇപ്പം ഈ അസുഖമൊക്കെ കാരണം നാട്ടില് കോവിഡ് കാരണം ഇങ്ങനെ നാട്ടിൽ കുറച്ച് ലീവ് എടുത്ത് അങ്ങനെ മാറി നിൽക്കുക. പാട്ടിലേക്കൊക്കെ ഇപ്പോഴും പാട്ടിലൊക്കെ ഇൻട്രസ്റ്റഡ്. അത് പിന്നെ നമ്മുടെ ബ്ലഡിൽ നിന്ന് അങ്ങനെ പോകില്ലല്ലോ. അതിങ്ങനെ അതിനോട് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ആ ഒരു കുടുംബമൊക്കെ ആയി 3 കുട്ടികളായി. പാട്ട് കുറഞ്ഞു പബ്ലിക്കിലൊന്നും ഇല്ല, ജസ്റ്റ് വീടുകളിൽ. പാട്ട് അവിടെ ഉണ്ട്, ഉണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലോ. നെഹ്ലയുടെ കുട്ടികളും പാടുന്നുണ്ടാവുമല്ലോ ഇപ്പോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നിദാൽ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങാം എന്നാണ് പറയുന്നത്. നിദാൽ പറയൂ, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി. മാനത്തോളം മഴവില്ലായി വളരണം എൻ മണി. ആഴിത്തിരമാല പോലെ കാത്തു നിന്നെ കാം. പീ
ചെറുതൂവൽ വീശി കാറ്റിലാടി നീങ്ങാം കനിയേ നീയൻ കനവിതളായി നീവാ നിധിയേ മടിയിൽ പുതുമലരായി വാവാ ആരും കാണാമേട്ടിലേ തിങ്കൾ നെയ്യും കൂട്ടിനെ ഇണക്കുയിൽ പാടും പാട്ടിൻ താളം പകരാ പേർമണിപ്പൂവിനെ തേനൊഴുകും നോവിനെ ഓമൽ ചിരി നൂറും നീട്ടി മാറത്തൊതുക്കാം സ്നേഹക്കനിയോടമേകി നിൻ തീരത്തെന്നും കാവല മോഹക്കോതിവാക്കു തൂകി നിൻ ചാരത്തെന്നും മോമല എന്നെന്നും കണ്ണേ നിൻ കൂട്ടായി നെഞ്ചിൻ പുഞ്ചേരി തൂകുന്ന പൊന്നോമൽ പൂവുറങ്ങ് പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. നിദാലിന്റെ മെലഡി ആ ഴയനോടാണോ താല്പര്യം, അതോ എല്ലാ പുതിയ തലമുറ കുറച്ചും കൂടെ? ഇല്ല, എല്ലാ തരത്തിലുള്ള ഗാനങ്ങളും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഞാൻ പിന്നെ മെലഡി പാടിയാണ് ശീലം. ഇവിടുത്തെ വേദികളൊക്കെ ഞാൻ മെലഡി സോങ്സ് ആണ് അധികം പാടി. എന്നാലും മറ്റുള്ള ശൈലിയുള്ള ഗാനങ്ങൾ പാടാൻ ശ്രമിക്കാറുണ്ട്. 83-ലാണെന്ന് തോന്നുന്നു ബഹ്റൈനിൽ വന്ന് ആദ്യം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ ജീവിച്ചു വന്ന ജീവിതമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇന്ത്യൻ ക്ലബിൽ വെച്ച് നടക്കുന്ന ഒരു ഗാനമേള, രാഗം ഓർക്കസ്ട്രയുടെ അവിടെ വേദിയിൽ ഹാർമോണിയം വായിക്കുന്ന കീബോർഡ് വായിച്ചുകൊണ്ട് ഇങ്ങനെ ഊർജ്ജസ്വലനായിട്ടിരിക്കുന്ന ഷംസിനെയാണ് ഞാൻ ആദ്യം കണ്ടത്. അല്ലേ 83 തൊട്ട് 82-ൽ വന്ന് അതിനുശേഷം വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മ്യൂസിക് പരമായിട്ട് ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മ്യൂസിക്കിലുണ്ടായിരുന്നു. പിന്നെ ഞാനവിടെ കീബോർഡുമായിട്ട് സ്റ്റേജിലേക്ക് കയറി. പിന്നെ അങ്ങനെ അതൊരു തുടക്കമായിരുന്നു. പിന്നെ ഒരു 28 കൊല്ലത്തോളം എനിക്ക് 85 അവസാനം 86-ല് നമ്മുടെ രാജൻ നാദാപുരം സംവിധാനം ചെയ്യുന്ന ഗ്രാമം നാടകം ചിറ്റ്. പക്ഷെ ചിറ്റില് ആണ് ഷംസിന്റെ പാട്ട്. അന്നാണ് നമ്മൾ പരിചയമാകുന്നത് ആ നാടകമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അടുപ്പത്തിലാകുന്നത്. എന്നിട്ട് ഗ്രാമം നാടകമാകുമ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി ഷംസ് ഒരു ഈണം കൊണ്ടുവന്ന് എനിക്ക് തന്നു. രാജൻ മാഷായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്തു. ഓർക്കുന്നില്ലേ? പിന്നെ ഞാൻ 4-5 വർഷം കഴിഞ്ഞിട്ട് നാദാപുരത്ത് വെച്ചിട്ട് രാജൻ മാഷെ കാണുമ്പോൾ പുള്ളി ഒരു ടേപ്പ് റെക്കോർഡർ, അറിയാം, അതും കൂടെ നമുക്കൊന്ന് പറയണം എന്ന് എനിക്ക് തോന്നി. ഒരു ടേപ്പ് റെക്കോർഡറിൽ ആ പാട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹം ആ പാട്ട് അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഗ്രാമം നാടകത്തിലെ ആ പാട്ടെന്നൊക്കെ. അത് ഷംസ് ചെയ്ത പാട്ടാണ്. ഓർക്കുന്നില്ല ആ പാട്ട്? ആ പാട്ടിന്റെ വരികൾ എനിക്ക് ഓർമ്മയില്ല. അല്ലെ, ഈ കുട്ടികൾക്ക് ആ പാട്ട് അങ്ങനെ ഷംസ് കുറേയധികം കമ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. അതിങ്ങനെ ചിതറി അതിങ്ങനെ ഓരോ ആവശ്യത്തിന് വേണ്ടി മാത്രം അങ്ങോട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും മെമ്മറിൽ വെക്കൂല. ജസ്റ്റ് അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോകും.
അത്രേ ഉള്ളൂ. ഇപ്പൊ തോന്നുന്നില്ലേ അതൊക്കെ ശേഖരിച്ച് വെക്കേണ്ടതായിരുന്നു? ഈ പുതിയ കാലത്ത് ഇത്തരം പാട്ടുകളൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പഴയ പാട്ടുകളൊക്കെ ആളുകൾ കേൾക്കുന്നില്ലേ? അപ്പൊ അതൊരു നഷ്ടമായിരുന്നു തോന്നുന്നില്ലേ? ഇനി ഒരു ശ്രമം നടത്തിയാലോ പാട്ടുകളെ തിരിച്ചു പിടിക്കാനായിട്ട്? വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? അത്രയധികം പാട്ടുകൾ ഒരുപാട്. ഒരു അതിശയ അതിഥിയുണ്ട് നിങ്ങളോട് സംസാരിക്കാനും ആശംസ പറയാനുമായിട്ട്. നമ്മുടെ ഗായകൻ അൻസർ വരുന്നുണ്ട്. അത് ബ്രദർ ഷംസിന്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അൻസാർ. ഈ ഒരു ആശംസ നേരുന്നത് കൊണ്ട് എനിക്കുണ്ടാവുന്ന സന്തോഷം ഒരുപാടാണ്, അഭിമാനമുണ്ട്. എൻ്റെ ബഹ്റൈനിലുള്ള സഹോദരൻ ഷംസുക, അതായത് ഷംസ് കൊച്ചിൻ, അതേപോലെ നിതു, ഒരേ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഒന്നിച്ച് അണിചേരുകയാണ്. ഈ ഒരു സംരംഭത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇതിന് പിന്തുണ കൊടുത്ത, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച റേഡിയോ രംഗിനും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷിച്ചില്ലല്ലേ? എന്റെ ലാസ്റ്റ് അഫ്സലിന്റെ മൂത്താണ്. ഏറ്റവും ഇളയ അനിയനല്ലേ? അഫ്സൽ. ഏറ്റവും ഇളയത് അഫ്സലാണ്. പക്ഷെ ആദ്യം പാടി തുടങ്ങിയത് അഫ്സലാണോ? അൻസർ തന്നെയാണ്. രണ്ടുപേരും രണ്ട് പ്രത്യേകതരം പാട്ടുകളാണ് പാടുന്നതിലാണല്ലോ. ഇപ്പൊ അഫ്സലിന് ബാലമുരളി കൃഷ്ണയുടെ ഒരു ബാലസുബ്രഹ്മണ്യൻ, SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു പേരുണ്ടല്ലോ. അപ്പൊ അൻസർ പക്ഷെ അങ്ങനല്ല, മറ്റൊരു വഴിക്കാണ് പാടി പോയിട്ടുള്ളത് അല്ലേ? ഇവരുടെയൊക്കെ പാട്ടുകൾ പാടുമോ? പാടിയിട്ടുണ്ട് പലപ്പോഴും. ഒരെണ്ണം പാടാമോ ഇപ്പൊ അൻസറിന്റെ ഒരു പാട്ട്? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ശരി, അങ്ങനെയാണെങ്കിൽ അഫ്സലിന്റെ ഒരു പാട്ട്, അഫ്സലിന്റെ പാട്ട് പാടാം. ഒരു പാട്ട് പിടിക്കട്ടെ അല്ലേ? പാട്ട് തയ്യാറാകുമ്പോൾ പറയണം, അപ്പോൾ ഞങ്ങൾ സംഭാഷണം നിർത്തും. ഓക്കെ. അപ്പോ ഇനി ഞാനാണ് ഇപ്പൊ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഷംസ് തന്നെ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ആ 83 തൊട്ട് 90 വരെയൊക്കെയുള്ള കാലമില്ലേ, ആ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ പാട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ പ്രത്യേകതയുള്ള എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടാവത്തില്ലേ? അതൊന്ന് പറയാമോ? പാട്ടുകാരെ കുറിച്ച്, അവരുടെ ബന്ധം, പാട്ടുണ്ടായി വന്ന രീതി, അത്തരം കാര്യങ്ങളൊക്കെ. ഇവിടെ ഞാൻ ബഹ്റിനിൽ വരുമ്പോൾ ഒരു ഇങ്ങനെ സംഗീതപരമായിട്ടൊന്നും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്നതൊന്നുമല്ല. ചെറിയ ജോലിയായിട്ടൊക്കെ അങ്ങനെ ഇവിടെ വന്നതാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ജോലിയൊന്നും നമുക്ക് ആ സമയത്തൊന്നും കിട്ടിയില്ല. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ വിഷമത്തിലായിരുന്നു. പിന്നെ ഈ സംഗീതം എന്ന് പറഞ്ഞ സംഭവം അതെൻ്റെ ഫാദറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം തന്ന ഒരു ഏറ്റവും വലിയ ഒരു സമ്പത്താണത്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച് അത് ഞാൻ ഈ ഗൾഫ് രാജ്യത്ത് വന്നതിന് ശേഷം എൻ്റെ മറ്റുള്ള ബ്രദേഴ്സൊക്കെ മ്യൂസിക്കിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിലും ഇറങ്ങിച്ചെന്നു. അത്ര എക്സ്പീരിയൻസ് അല്ലെങ്കിലും അതിനോട് ഒരുപാട് മത്സരിച്ച് ഞാൻ ആ രംഗത്തിറങ്ങി. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം, അത് എനിക്ക് തന്നെ ഓർമ്മയില്ല, അത്രയും സ്റ്റേജ് പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുള്ളൂ, എനിക്കെന്നെ അറിയില്ല. അത് നമ്മളുടെ ഇവിടെ സമാജാലയം വെറുതെ ഒന്ന് എണ്ണി നോക്കിയാലോ? വെറുതെ അങ്ങനെയാണെങ്കിൽ എത്ര പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്? ഞാനൊരു മാസത്തിൽ 15 പരിപാടി ഒരു മാസത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിൽ ഒരു 100 എന്ന് വിചാരിക്കാം. ഇല്ല, ഏറ്റവും കൂടുതൽ സ്റ്റേജ് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 28 വർഷത്തിൽ 2800 ഒരുപാട് സ്റ്റേജിൽ, അത് കൂടുതൽ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് നമ്മൾ ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഇന്ത്യൻ ഒരു മലയാളം പ്രോഗ്രാമോ ഒരു ഹിന്ദി പ്രോഗ്രാമോ അല്ല. ഞാൻ ഒരുപാട് ഭാഷകൾ വായിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, തെലുങ്ക്, കന്നഡ, കർണാടക, മഹാരാഷ്ട്ര, ഈ ഭാഷകളൊക്കെ നമ്മൾ. ബംഗാളി പാട്ട് നേരി പോയിട്ട് പാട്ട് അറിയാതെ എല്ലാവരും എനിക്ക് അതിന്റെ പാട്ടുകൾ അയച്ചു തരും. ഇപ്പോഴത്തെ പോലത്തെ സീക്വൻസ് പരിപാടിയൊന്നും അല്ല. അന്ന് ഞാനൊരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ 30 പാട്ടുണ്ടെങ്കിൽ അത് 30 പാട്ട് നമ്മൾ ബൈഹാർട്ട് പഠിക്കണം. നേരത്തെ അത് അവരയച്ചു അയച്ചു തരും. തരും. ഒരു മാസം 2 മാസം മുമ്പ് അയച്ചു തരും. അങ്ങനെ ഒരു വീണ് കിട്ടിയ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരു ഗായികയാണ് റൂണ ലൈല. പ്രശസ്തിയായിട്ടുള്ള ഒരു ഗായികയാണ്. അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ മറ്റുള്ള ഭാഷക്കാരും എല്ലാവരും ഇന്ത്യൻസ് ആയിട്ടുള്ള പ്രോഗ്രാം, കേരളത്തിലെ നമ്മളെ പ്ലേബാക്ക് സിംഗേഴ്സ്, ഏതൊക്കെ വലിയ പ്ലേബാക്ക് സിംഗേഴ്സിന് സ്റ്റേജിൽ വായിച്ചിട്ടുണ്ട്? പി സുശീല, എസ് ജാനകി, ശങ്കർ മഹാദേവൻ, ഉണ്ണിമേനോൻ, മാർക്കോസ്, പിന്നെ തമിഴിൽ നമ്മുടെ മനു, പിന്നെ സുജാത, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർക്ക് അത്ര ഒന്നും ഓർമ്മയില്ല. ഓരോ പരിപാടികളൊക്കെ പല. ഓക്കെ, എന്റെ പഴയ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ സംഗീതം, പാട്ട്, വായന അതുമായിട്ടൊക്കെ ജീവിച്ചിരുന്ന ആ ഏത് വർഷം കല്യാണം കഴിച്ചേ? 85. അപ്പൊ കല്യാണം നേരത്തെ കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ തനി ബാച്ചിലർ കാലത്തെ ജീവിതത്തെ കുറിച്ച് ഞാൻ കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ എനിക്ക് ഒരു വന്ന സമയത്ത്, ബഹ്റൈനിൽ വന്ന സമയത്ത് നമ്മുടെ ജോലിപരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാരണം. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ഉടനെ ഫാമിലി ആയിട്ടുള്ള ഒരു ജീവിതം വേണം. കാരണം നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു പുണ്യമാണ് അത്. അവരായിട്ടുള്ളൊരു ജീവിതം, അവർക്കുണ്ടാകുന്ന മക്കൾ, അങ്ങനെയുള്ള സന്തോഷത്തിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ബോസിനോട് പറഞ്ഞ് പുള്ളി അത് സാധിച്ചു തന്നു. ഞാൻ പിന്നെ കുടുംബമായിട്ട്, വൈഫും ഒരു 36 വർഷത്തോളമായി ഇവിടെ. ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പൊ തയ്യാറായോ? പാട്ട് തയ്യാറായോ? പാട്ട് വാതിലില്ലാ വാതിലിൽ കാതോർത്തു നീ നിന്നീലേ, പാതിയിൽ പാടാത്തൊരാ തേനോരിടും മിശലായി ഞാൻ. വാതിലില്ലാ വാതിലിൽ കാതോർത്തു നീ നിന്നീലേ, പാതിയിൽ പാടാത്തൊരാ തേനോരിടും മിശലായി ഞാൻ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. കാണാനോരോ വഴി തേടി കാണും നേരം മിഴിമൂടി, ഓമലേ നിന്നീലയോ നാളമായി വഴുതിയിലയോ. പുന്നാരം ചൊരിയുമഴകിൽ അവളിളകി മറയുമൊരു കടലായി, കിന്നാരം പറയും അവളിൽ ഇതിലഴകിനഴകിലൊരു മഴയായി. കളിച്ചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരുകതരുമയിലായി. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. നോക്കണ്ടോ ഇപ്പൊ ഞങ്ങള് വീട്ടിലാണെങ്കിലും ഒന്നിച്ചാണെങ്കിലും ഇവനിങ്ങനെ ഹാർമോണിയത്തിന്റെ അടുത്തിരുന്ന് വായിക്കണം ആദ്യമായിട്ടാണ്. നിങ്ങൾ ഒരു തരത്തിലും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടില്ല? പരിപാടി വരുമ്പോ വാക്കുമേനം വെച്ച് അങ്ങനെ വെച്ച് ചെയ്തിട്ട് പോകും. ഓ, അത് ശരി. അങ്ങനെ ഒരു കണക്ഷൻ വേണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. പക്ഷെ അങ്ങനെ മോളെ കിട്ടിയിട്ടുണ്ട്. മോളെ മുഴുവൻ സമയം പാടി കൊണ്ട് നടക്കായിരുന്നു. ഒരുപാട് സപ്പോർട്ടും കുടുംബത്തിൽ നമ്മളെ ഈ പരിപാടി നമ്മളെ വൈഫായാലും. അല്ല, അത് ഞാൻ ഷംസിന്റെ മൊഹറക്കിലെ വീട്ടില് നിങ്ങളൊക്കെ കുട്ടിയായിരിക്കുമ്പോഴാണ് ഇഷ്ടംപോലെ രാത്രികളിൽ നമ്മൾ ഈ ട്യൂണിങ്ങിന്റെ ഭാഗമായിട്ട് എഴുതിയതും ട്യൂൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ട്, പിന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എനിക്ക് അറിയാം ആ വീട്ടിന്റെ അന്തരീക്ഷത്തില് സംഗീതം എങ്ങനെയാണ് ഇങ്ങനെ ഈ സംഗീതത്തിനെ കൊണ്ട്
ബുദ്ധിമുട്ടല്ല, അവർ ഒരുപാട് നമ്മുടെ വൈഫ് ഒരുപാട് പ്രോത്സാഹനം നിശ്ചയമായിട്ടും. സപ്പോർട്ട് ഒരുപാട് കിട്ടി. വളരെ കൃത്യമായ സമയങ്ങളിൽ ചായയും മറ്റു സാധനങ്ങളും തന്നുകൊണ്ടും, പിന്നെ നമ്മൾ നിങ്ങളുടെ ഉമ്മയ്ക്കൊന്നും ഉറങ്ങാൻ അവസരം കിട്ടത്തില്ല. കാരണം ഞങ്ങൾ വളരെ താമസിച്ചിട്ട് അവിടെ ഇരിക്കും. നമ്മളുടെ എന്റെയും ഷംസിന്റെയും ഒക്കെ അന്നത്തെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ കലാപരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു ലൈനൊക്കെ ശരിയായി വരാനും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ നേരം വെളുത്തൊക്കെ പോകും. അത് കഴിഞ്ഞിട്ടാ നിങ്ങളുടെ മദറൊക്കെ ഉറങ്ങുന്നത്. അങ്ങനെ വെറും സംഗീതത്തിലുള്ള പങ്കെടുക്കൽ മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗവും കൂടെ ഇന്ന് ആ ഒരു സംഭവം ഇല്ല. ഇന്ന് ആ ഒരു സിറ്റുവേഷൻ മാറി. ഒരു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകന്റെ സന്ദേശമാണ് അടുത്തത്. പ്രിയ കലാപ്രവർത്തകരെ, കലാ ആസ്വാദകരെ, സുഹൃത്തുക്കളെ, ഷംസ് കൊച്ചിൻ എന്ന കലാകാരനെ കുറിച്ച് ഒരു ഫീച്ചർ ചെയ്യുന്നു എന്ന് ശ്രീ രാജീവ് വെള്ളിക്കോത്ത് അറിയിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്തുകൊണ്ടും വളരെ അർഹിക്കുന്ന ഒരു ഫീച്ചർ ആണിത്. ശ്രീ ഷംസ് 2-2.5 പതിറ്റാണ്ട് വളരെ സജീവമായി ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ വേദികളിൽ, കലാപ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട് മുന്നിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ അസ്ലം ഇവിടെ വരുമ്പോൾ ശ്രീ ഷംസും കുടുംബവും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആ പരിപാടി വിജയകരമാക്കുന്നതിനുമൊക്കെ ഓഡിയൻസിന്റെ നടുവിൽ വളരെ സന്തോഷത്തോടെ അവിടെ സമാജത്തിൽ സന്നിധനാകുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രീ ഷംസ് കൊച്ചിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇത് തീർച്ചയായിട്ടും നല്ല ഒരു ഉദ്യമമായി അദ്ദേഹത്തിന് തീർച്ചയായും അർഹിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണിത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. വർഗീസ് കാരക്കില് ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്, മുമ്പും സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ വേദി ഒരുക്കി തരുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്നയാളാണ് അദ്ദേഹത്തിന്റെ. വർഗീസിനായിട്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബന്ധങ്ങളാണ്. വർഗീസ് മാത്രമല്ല, നമ്മുടെ രാധാകൃഷ്ണനും ഒരുപാട് സെക്രട്ടറി പ്രസിഡന്റ്, പഴയ സെക്രട്ടറിമാർ, സലീം അന്നും എന്നൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ സെക്രട്ടറി പ്രസിഡന്റായി വരുന്ന സമയത്ത് ഞാൻ വളരെ സന്നിധ്യമായിട്ട് സമാജത്തിൽ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് മാറി നിൽക്കണം. നമ്മുടെ പ്രായത്തിന്റെയും ഇതൊക്കെ റിട്ടയർ ചെയ്തു. അങ്ങനെ ഒരു റിട്ടയർ ചെയ്യുന്നല്ല, സംഗീതം ഇടക്കൊക്കെ ഇങ്ങനെ ഹാർമോണിയൊക്കെ വായിക്കും. ഇങ്ങനെ പരിപാടിക്കൊന്നും അങ്ങനെ പോകാറില്ല. പരിപാടി കാണാൻ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വിളിക്കും, വിസിറ്റ് ഇൻവിറ്റേഷൻ കാർഡൊക്കെ തരുമ്പോൾ പ്രോഗ്രാം പോയി കാണുന്നല്ലാണ്ട് അങ്ങനെ ഒരു പെർഫോം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നല്ല നല്ല പിള്ളേരൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അവരൊക്കെ വർക്ക് ചെയ്യട്ടെ. അവരൊക്കെ നല്ല ടാലന്റ് ആയിട്ടുള്ള പിള്ളേരാണ്. ഒരിക്കലും മറക്കാത്തത്, ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് വിചാരിക്കുന്ന സ്റ്റേജിലെ ഓർമ്മ എന്താ? സ്റ്റേജിൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു, ഇപ്പോ യേശുദാസിന്റെ ഉള്ള സ്റ്റേജിലേക്ക് പോകാൻ പറ്റിയോ, അല്ലെങ്കിൽ ബാലസുബ്രഹ്മണ്യം ഉണ്ടായിരുന്നപ്പോൾ സ്റ്റേജിലേക്ക് വായിക്കാൻ പറ്റിയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ? അല്ലെങ്കിൽ വലിയ ജനങ്ങളുടെ ആരവമുയരുന്ന ഒരു പാട്ടിന് വായിക്കാൻ പറ്റുന്നോ? അത്തരം അങ്ങനെ പറഞ്ഞ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഒരുപാട് പ്രോഗ്രാം അങ്ങനെ ഒന്നോ രണ്ടോ എണ്ണം പറഞ്ഞു. അങ്ങനെ ഇപ്പൊ വായിച്ചിട്ടുള്ളത് നമ്മുടെ ഈ മനുവിന്റെ പ്രോഗ്രാം, TP അബ്ദുള്ളയുടെ ഒരു പ്രോഗ്രാമിന് മനു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ സുജാതയുടെ പ്രോഗ്രാം. പിന്നെ നമ്മൾ അതിന് മുമ്പ് വായിച്ചിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ. എനിക്ക് അത്ര അങ്ങനെ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടില് അവിടുത്തെ പ്രോഗ്രാം എല്ലാ കൊല്ലവും എനിക്കാണ് തരുന്നത്. കാരണം ഞാൻ രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈകിട്ട് 5 മണി വരെ ഒരു മ്യൂസിക്കൽ പരിപാടി ഉണ്ട്. അത് ലൈവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതിന് ശേഷമാണ് അവരുടെ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നത്. അതെല്ലാ കൊല്ലവും ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കേരള സമാജത്തിൽ എനിക്ക് അവിടുത്തെ അന്ന് ഓരോ കൊല്ലങ്ങളിലുള്ള സെക്രട്ടറി സലീമുള്ള സമയത്തൊക്കെ തന്നെ ഒരുപാട് കുട്ടികളെ എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം കഴിവുള്ള കുട്ടികളെ രംഗത്ത് കൊണ്ടുവരിക, അവർ 10-30 പിള്ളേരെ സ്റ്റേജ് പെർഫോമൻസ് 2-3 മാസം കൂടുമ്പോൾ സമാജം എനിക്കൊരു അവസരം തരും. ഒരുപാട് പാരൻസും കുട്ടികളൊക്കെ കാണാൻ ഇഷ്ടംപോലെ, അങ്ങനെ ഒരുപാട് പാടാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് ഞാൻ സ്റ്റേജിൽ കയറ്റി അവരുടെ പേടി മാറ്റാനും അവർക്ക് പ്രോത്സാഹനം ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ ചെയ്തിട്ടുണ്ട്.
എൻ്റെ മോളും അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ മോള് സ്റ്റേജിൽ കയറി പാടിയിട്ടുണ്ട്. അവള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജിൽ ഒരുപാട് പ്രോഗ്രാംസ്. അങ്ങനത്തെ ഒരു കാര്യം, അതായത് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്റ്റേജിൽ നല്ല വെളിച്ചത്തിന്റെ അതിലൊക്കെ ഇരിക്കുമ്പോൾ ജനങ്ങൾ പാട്ട് ഇഷ്ടപ്പെടുന്നത് അതൊരു ലഹരി തരുമോ? അതായത് ഒരു മനസ്സിലായില്ലേ, ഉള്ളിൽ നിന്ന് ഇക്കാര്യത്തിലേക്ക് ഒരു ആവേശം, നാളെ ഒരു ദിവസം രാത്രിയും കൂടെ ഉറങ്ങാതിരിക്കാം എന്നാലും കുഴപ്പമില്ല എന്നൊരു തോന്നൽ, അങ്ങനെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെയല്ല, ശാന്തമായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഒക്കേഷൻ ചില സമയത്തൊക്കെ നല്ല ക്രൗഡായിട്ടുള്ള പ്രോഗ്രാംസിലൊക്കെ ഇപ്പൊ മൂസക്കാനെ പോലുള്ള എരഞ്ഞോളി മൂസക്ക മരിച്ചുപോയി, എൻ്റെ വലിയൊരു ആരാധകനാണ്. അദ്ദേഹത്തിന് ഇവിടെ ബഹറിലെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ തന്നെ വായിച്ചിട്ടുള്ള ഒട്ടുമുക്ക 10-25 സ്റ്റേജ് ഞാൻ പുള്ളിക്ക് വേണ്ടി വായിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ചില പ്രോഗ്രാമിന് ഭയങ്കര ഹരം തന്നിട്ടുണ്ട് എനിക്ക്, ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. കാരണം പുള്ളി നല്ലൊരു കലാകാരൻ, സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ നല്ലൊരു മനുഷ്യനാണ്. മാപ്പിളപ്പാട്ടാണെങ്കിൽ തന്നെ നല്ല അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ്. പുള്ളി ഇങ്ങനെ പാടുമ്പോൾ ഒരു പാട്ടിന് 3 സ്റ്റാൻസയോ 4 സ്റ്റാൻസയോ മാപ്പിളപ്പാട്ടിന്, പക്ഷെ പുള്ളി അത് ഞാനിങ്ങനെ പാടിച്ചുകൊണ്ടിരിക്കും. കാരണം എന്തറിയോ, പുള്ളിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് വന്നുകൊണ്ടിരിക്കും. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ ദിനാറ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാല ഇടല്, അത് ഇടല്, പോക്കറ്റിൽ വെച്ച് കൊടുക്കില്ല. അപ്പൊ ഞാൻ വിചാരിക്കും മനുഷ്യനത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ പാട്ട് നിർത്തൂല. മൂസൊക്കെ പറയും നിർത്തുന്ന പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ നടക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. അങ്ങനെ ഒരുപാട് കലാകാരന്മാരും മാപ്പിളപ്പാട്ടിൽ തന്നെ ഒരുപാട് കലാകാരന്മാരും നല്ല ഫിലിമിലും ഒരുപാട്, അതൊക്കെ ഒന്നും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളല്ല. അതൊന്നും ഇങ്ങനെ അത്ര നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ സാധിക്കും, ഈ ബഹ്റൈനിൽ ഇങ്ങനെ കിട്ടുന്നില്ല. നാട്ടിൽ ഇത്രയും കിട്ടിയെന്ന് വരില്ല, നാട്ടിൽ ഇത്ര സന്ദർഭങ്ങളൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇവിടുത്തെ ഈ 38 വർഷത്തെ ജീവിതം, 38 കൂടുതൽ അല്ലെ, എന്നെക്കാൾ 4 മാസം സീനിയർ. അപ്പോ ഈ 38 വർഷത്തെ ജീവിതം തന്നത് 2 കുട്ടികളെയും വൈഫും ഒക്കെ ഉൾപ്പെടുന്ന നല്ലൊരു കുടുംബ ജീവിതം, ഭേദപ്പെട്ട സാമ്പത്തിക അവസ്ഥ, അതാണോ അതോ ഒരു സംഗീത ജീവിതമാണോ? ഏതാണ് ഷംസ് പറയുമ്പോ ആദ്യം പറയുക? എനിക്ക് എൻ്റെ കുടുംബജീവിതമാണ്. എനിക്ക് എൻ്റെ കുടുംബം കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ. ഒരു സംഗതി, മക്കളും എൻ്റെ ഭാര്യ, ഞങ്ങളാണ് 4 പേര്. പിന്നെ സംഗീതം ഞാൻ എടുത്തത് അതെൻ്റെ ഫാദറിൽ നിന്നും കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. പക്ഷെ അത് ആ കാലം ഞാനത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു നാണക്കേടുമില്ല. ഞാൻ ഒരു കൂലിപ്പണിക്കാരനായിട്ടൊക്കെ വന്ന മനുഷ്യരാണ് ഇവിടെ ഒരു കമ്പനിയിൽ ലേബർ പണിയാക്കിയായിരുന്നു. അല്ലല്ല, ഞാനിവിടെ വരുമ്പോൾ മീന സൽമാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എൻ്റെ പണി. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായി. പിന്നെ ആ കാലഘട്ടങ്ങളിൽ അതൊക്കെ സഹിച്ച് അങ്ങനെയാണ് ഞാൻ സംഗീതത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ സംഗീതം എന്നെ കൈവടിഞ്ഞില്ല, വളരെ നല്ല രീതിയിൽ എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. സംഗീതം എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ ജീവിതം. നമ്മളിവിടെ ജോലി എടുക്കണക്കാട്ടും എനിക്ക് സംഗീതം കൊണ്ടാണ് എനിക്ക് ഒരുപാട് ഫ്യൂച്ചർ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ്, ഒരുപാട് ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ഒരു ഫോട്ടോ ഇല്ലേ, GDN എടുത്തിട്ടുള്ള PJ ജോസഫും ഞാനും സലീമും, അതൊരു ഒന്നാം തരം സീൻ, അത് പറയേണ്ടതാണ്. അതായത് PJ ജോസഫ് ബാരിങ്കേരിലെ സമാജത്തിൽ വരുന്നു, അതിഥിയാണ്, അദ്ദേഹം പ്രസംഗിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ സ്റ്റേജിൽ പാട്ട് പാടേണ്ടി വരും, അവിടെ ആളുകൾ പാടിയേക്കാൻ സാധ്യതയുണ്ട്. ഇല്ല, എനിക്കിപ്പോൾ അങ്ങനെ അക്കമ്പനിമെൻ്റ് ഒന്നും ഇല്ലാതെ പാടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു, ഇവിടെ സ്റ്റേജിൽ റിഹേഴ്സൽ നടക്കുന്നുണ്ട് പ്രോഗ്രാമിൻ്റെ, അങ്ങോട്ട് പോയാൽ. അദ്ദേഹം ഞാനുമായിട്ട് താഴെ പോയി കർട്ടൻ മാറ്റിയിട്ട് ഷംസിൻ്റെ കൂടെ 2 പാട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്തു. ഇത് ആരോ രഹസ്യമായി എടുത്തൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വലിയൊരു ഫോട്ടോ ആയിട്ട് എന്നിട്ട് പിന്നെ തിരിച്ച് അദ്ദേഹം ഓഫീസിൽ വരികയും സ്റ്റേജിലേക്ക് പോവുകയും യോഗത്തിൽ പ്രസംഗിക്കുകയും ഒപ്പം പാട്ട് പാടുകയും ചെയ്തു. വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരുപാട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു വലിയ വെൽവിഷറാണ്. ഷംസിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കലാസ്വാദകനാണ്. നമ്മുടെ ഷംസ് ഖാനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 3.5 പതിറ്റാണ്ട് ആയി ഞാനിവിടെ എത്തിയെങ്കിലും ഈ 3 പതിറ്റാണ്ട് മുമ്പ് തന്നെ അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ടറിയാം.
ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ ബഹ്റൈനിലുള്ള ഒരുവിധം ഓർക്കസ്ട്രകൾക്കും അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പരിപാടികൾക്കും അത് വലിയ രീതിയിലുള്ള പരിപാടികൾക്ക് നാട്ടിൽ നിന്നൊക്കെ പ്രശസ്തരൊക്കെ വരുമ്പോഴൊക്കെ ഷംസുക്കാട് ആ ഒരു നേതൃത്വം വളരെ മികവുറ്റതായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണ് തോന്നുന്നു അദ്ദേഹം ഈ ഓർക്കസ്ട്ര രംഗത്ത് നിന്ന് ഒരു പിന്മാറ്റമുണ്ടായത്. പക്ഷെ അദ്ദേഹത്തോട് അന്നൊക്കെ ഞങ്ങൾ വളരെയധികം നിർബന്ധിച്ചു, നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കരുത്, ഒന്നില്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ സ്കൂൾ തുടങ്ങണം. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കഴിവും നൈപുണ്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക് നമ്മൾ നോക്കിയാൽ തന്നെ ഒരു കലാകാരന്റെ ഒരു വലിയ നിര തന്നെയുള്ള ഒരു കുടുംബമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് ചിലപ്പോൾ പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും കലാരംഗത്ത് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്മാരൊക്കെ വളരെയധികം പ്രശസ്തമായ രീതിയിലാണ് ഇന്ന് കേരളത്തിലൊക്കെ അറിയപ്പെടുന്നത്. ഒരുപക്ഷെ പ്രവാസിയായത് കാരണം അദ്ദേഹത്തിന് നാട്ടിൽ അതുപോലെ തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് പ്രവാസ ലോകത്ത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ മികവുറ്റതാണ്. മാത്രമല്ല അദ്ദേഹം ഒരു സാമൂഹ്യ സേവന രംഗത്ത് ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾ സംഭാവന ചെയ്തൊരു വ്യക്തിയാണെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന ഒരു ആളും കൂടിയാണ് ഞാൻ. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പടവ് എന്നുള്ളൊരു സംഘടന രൂപീകരിച്ചു. അന്ന് ആ പടവിന്റെ ഉദ്ഘാടനം നടത്തുവാൻ വേണ്ടി അദ്ദേഹം എന്നെയാണ് അതിന് ക്ഷണിച്ചത് എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഇപ്പോഴും സ്മരിക്കുന്നു. ആ പടവ് തന്നെ ഇന്ന് വളരെയധികം സാമൂഹ്യ സേവന രംഗത്തും അതേപോലെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മികവുറ്റ രീതിയിൽ അവരുടെ പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായും നമ്മുടെ ഷംസുക്ക ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ മകനോടൊത്ത് ഇന്നൊരു പരിപാടി അവതരിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഏറെ സന്തോഷിക്കുന്നതിൽ ഒരുവനാണ് ഞാൻ. തീർച്ചയായും അദ്ദേഹത്തിനും കുടുംബത്തിനും പടച്ചവൻ എല്ലാവിധ ആയുരാരോഗ്യവും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്കൊരു പാട്ട് കേൾക്കാം. എനിക്ക് ബഷീർ ആമ്പലായിനെ കുറിച്ച് ഒന്ന് പറയണം. ബഷീർ ആമ്പലായി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങളും പുള്ളി ഇപ്പോൾ നല്ല സാമൂഹിക പ്രവർത്തനം ഒരുപാട് കാര്യങ്ങളും പല രംഗത്തും ഞങ്ങളൊക്കെ ഒന്നിച്ച് സമാജത്തിലും അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈൻ ബിസിനസ് ഫോറത്തിൻ്റെ ഒരു മെയിൻ ആളാണ്. ബഹ്റൈൻ ബിസിനസ് ഫോറത്തിന്റെ അവരുടെ വലിയൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. എനിക്ക് അവരുടെ ഒരു അവാർഡൊക്കെ തന്നിട്ടുണ്ട് ബഷീർ ആമ്പലായി, അതൊന്നും മറക്കാൻ പറ്റില്ല. പിന്നെ ഞാനുണ്ടാക്കിയ ഒരു സംഘടനയുണ്ട്, പടവ് ഗ്രൂപ്പ്, അതിന്റെ ഉദ്ഘാടനം ബഷീർ ആമ്പലായിയാണ്. അദ്ദേഹം എല്ലാ പരിപാടിയിലും നമ്മളെ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും പുള്ളി സന്നിധനായിരിക്കും, എല്ലാത്തിലും സഹായിക്കും. വളരെ നന്ദി ബഷീർ. അദ്ദേഹം ഷംസ് കൊച്ചിൻ ഇനിയും പാട്ട് പാടണം, പാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, പാട്ടിൽ നിന്ന് മാറി നിൽക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കും അത് തന്നെ പറയാനുണ്ട്. അത് നമുക്ക് നിതാലിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് यहाँ मरना यहाँ इसके सिवा जाना कहाँ. जीना यहाँ मरना यहाँ इसके सिवा जाना कहाँ. जी जाए जब हमको आवाज दो, हम है यही हम थे वहाँ अपने यही
दोनों जहां इसके सिवा जाना कहाँ। कल खेल में हम हो न हो, गर्दिश में तारे रहेंगे सदा। कल खेल में हम हो न हो, गर्दिश में तारे रहेंगे सदा। भूलोगे हम, भूलेंगे वो, पर हम तुम्हारे रहेंगे सदा। स्वर्ग यही, नर्क यहाँ, इसके सिवा जाना कहाँ। जी चाहे जब हमको आवाज दो, हम है यहीं, हम थे वहाँ, अपने यहीं दोनों जहां, इसके सिवा जाना कहाँ। ഷംസ് അറിഞ്ഞോ പി.ടി. തോമസ് ബരീൻ വീട്ടിൽ പോകാൻ പോവുകയാണ്? എനിക്കറിയാം. അപ്പോൾ നമ്മൾ കേളുവിന്റെ സമയമൊക്കെ ഒന്ന് ആലോചിക്കുക. തോമസ് ആണ് മ്യൂസിക് പാട്ടുകൾ കമ്പോസ് ചെയ്തതെങ്കിലും ഷംസ് ഇരുന്നതെല്ലാം വായിച്ചിരുന്നു, എല്ലാം ചെയ്തിരുന്നത്. അപ്പൊ അതിനും നമ്മൾ രാത്രികളിൽ വളരെ, നിങ്ങളുടെ വീട്ടിലും മോഹൻരാജിന്റെ വീട്ടിലും ഒക്കെ രാത്രികൾ നമ്മൾ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ നാടകരംഗത്ത് ഒരുപാട് നമ്മളിപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം സലീമിന്റെ ഇതിലായാലും മോഹൻരാജിന്റെ നാടകത്തില്, ജയമന്റെ നാടകത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇബ്രാഹിം വെങ്ങരയുടെ നാടകത്തിൽ എനിക്ക് തോന്നുന്നു ഇബ്രാഹിം വെങ്ങരയുടെ നാടകത്തിന് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്റെ പാട്ടിന്റെ കമ്പോസിംഗ് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറെ ബന്ധങ്ങൾ, ഒരുപാട് നല്ല സന്ദർഭങ്ങൾ, മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 99-ലായിരുന്നു നമ്മൾ മഹായാനം ചെയ്തത്. അപ്പൊ മഹായാനത്തില് പാട്ടുകളുടെ വളരെയധികം സ്ലോട്ടുകൾ, കാരണം പാട്ടിലൂടെ കഥ പറയുന്നുണ്ടായിരുന്നല്ലോ. കേരളത്തിന്റെ 100 വർഷത്തെ 1000 വർഷത്തെ ചരിത്രമാണല്ലോ നമ്മൾ മഹായാനത്തിന്റെ എപ്പിസോഡുകളിലൂടെ പറഞ്ഞത്. അതിന് ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്യും, ഒരുപാട് കവിതകൾ എടുത്ത് ഇത് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ആ സമയങ്ങളിൽ ചെയ്തിട്ടുള്ള പി.ടി. തോമസ്, മോഹൻരാജ്, വിൻസെന്റ് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് എത്രയോ കാലം. നല്ല കാലങ്ങൾ. അപ്പോ ഇപ്പോ അമ്പലായി പറഞ്ഞതുപോലെ ഈ ഒരു 10 വർഷം മുമ്പ് പെർഫോമൻസ് ഷംസ് നിർത്തിയതുപോലെ അതിൽ നിന്ന് പിൻവാങ്ങിയല്ലോ. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് കാരണം വെച്ചാല് ഒരു ഞാൻ സ്വന്തമായിട്ടുള്ള ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉറക്കൊഴിയാനുള്ള ഒരു 10 ചെറിയ അസുഖങ്ങളും ചെറിയ ഇതൊക്കെ വന്നപ്പോൾ പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അങ്ങനെയായിരുന്നു. എനിക്ക് ഇങ്ങനെ ഉറക്കൊഴിച്ചിലൊന്നും പാടില്ല. മറ്റേത് ഞാൻ ഉറങ്ങലില്ല. ജോലിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. കുട്ടികളെ ഞാൻ കാണാറില്ല ശരിക്കും പറഞ്ഞു. മക്കളെ തവണ ഇതുപോലെ ഓർക്കൊളിച്ച് ഇങ്ങനെ സമയത്തിൽ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ എനിക്കത് നല്ല ഓർമ്മയുണ്ട്. കാരണം വൈകുന്നേരം കമ്പോസിങ് തുടങ്ങി വെളുപ്പിന് 4 മണി വരെ. അത് എനിക്ക് തോന്നി ഈ മഹായാന സമയത്ത് നമ്മൾ ഈ കുട്ടികളെയും കൂടെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രികളിൽ നേരം 4 മണി 5 മണി യാസറൊക്കെ ഉണ്ടായിരുന്ന നാട്ടിൽ സെറ്റിൽ. ഓക്കെ. അപ്പൊ അന്നേരം ഇവര് കുട്ടികളാണ്. അപ്പൊ അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടല്ല നേരത്തെ ഒരു 10 മണി 11 മണിയാകുമ്പോഴൊക്കെ ഞാൻ കുറഞ്ഞു. കാരണം അസുഖവും കാര്യങ്ങളും. പിന്നെ നമ്മൾ മാറി നിൽക്കുക, കുറച്ച് സംഗീതമുണ്ട് നമ്മുടെ. പക്ഷെ അതേസമയം തന്നെ പടവ് ഉണ്ടാക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഒരു ഫാമിലി കമ്മ്യൂണിറ്റി. നമ്മളെ കുറച്ച് അങ്ങനെ ഒരു ഭാഷ ഒന്നൊന്നുമില്ല. നമ്മളെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാർ, നല്ല നല്ല ഫാമിലീസ്. അവർ 19 ഫാമിലി ഉണ്ട്. അവരൊരു കൂട്ടായ്മ. അതിൽ നിയന്ത്രിക്കുന്നു. പാട്ടിന് ഒരു മുഖ്യ സ്ഥാനമുണ്ടോ അതിന്? അതോ അല്ലാതെ തന്നെ ഉണ്ട്? പാട്ട് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടം അങ്ങനെ ഇല്ല. പിള്ളേരെ എല്ലാ ടാലന്റ് ഉള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കുറച്ചൊന്നും കൂടുക. അതിന്റെ ഒരു രക്ഷാധികാരിയാണ് ഇപ്പൊ. അങ്ങനെ എല്ലാ നമ്മുടെ നിയന്ത്രണത്തിലാണ് പോണത്. നന്നായിട്ട് പോകുന്നുണ്ട് സംഘടന. ഇപ്പൊ അടുത്തന്നെ അതിന്റെ ഒരു റിയാലിറ്റി ഷോ വെക്കുന്നുണ്ട്.
കുട്ടികൾക്ക് മത്സരം. ഓ ശരി. ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണല്ലേ അവരവരുടെ വീട്ടിൽ ഇരുന്ന് കുട്ടികൾ പങ്കെടുക്കുമോ മത്സരം ഓൺലൈനിൽ അവരെ അയച്ചാൽ അതിന് ജഡ്ജ്മെന്റ് ഞങ്ങളൊക്കെ ചെയ്തിട്ട്? ഓക്കെ. എന്തായാലും സജീവമാണ് ഈ ഒന്നല്ല പാട്ടല്ലെങ്കിൽ പടവ്. ഇല്ല, സംഗീതം വിട്ടിട്ടില്ല. സംഗീതത്തിൽ പ്രോഗ്രാം സ്റ്റേജ് പെർഫോമൻസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള പാട്ട് കേൾക്കാനും പരിപാടികൾ കാണാനും ഫിലിം സോങ്സുകളൊക്കെ കേൾക്കാനൊക്കെ വളരെ താല്പര്യം തന്നെയാണ്. ഇപ്പോഴും കാണും. നമ്മൾ ഇത്രയും സമയം സംസാരിച്ചപ്പോൾ ഒരുപാട് പേരുകൾ നമ്മൾ പറഞ്ഞു, നമ്മളല്ലാത്ത വേറെ പേരുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ പഴയ ഏതെങ്കിലും ഇനിയും പേരുകൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യണം എന്ന് തോന്നുന്ന പേരുകളുണ്ടോ ഷംസിന്? അതായത് ഇപ്പോ ആസാദ്, അപ്പൊ അങ്ങനെ അത് പറയാണ്ടിരിക്കണം നല്ലത്. എൻ്റെ ഒരു നല്ലൊരു സുഹൃത്ത് മാത്രമല്ല, എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെയാണ് ആസാദ്. നിങ്ങൾ കൊച്ചിക്കാരുമാണല്ലോ. കൊച്ചി എന്ന് വെച്ചാൽ കൊച്ചിയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആസാദ് താമസിക്കുന്നത്. ഞാനായിട്ട് ഇവിടെയുള്ള ബന്ധം ആസാദായിട്ട് ഇവിടെ 10 വർഷത്തോളം ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ. എനിക്കും അറിയാം. 10 വർഷം. അതിനുശേഷം പുള്ളി കുവൈറ്റിലേക്ക് പോയി. ഇവിടുത്തെ പ്രോഗ്രാംസിനൊക്കെ വരും, കാണും, ഞങ്ങൾ ഒന്നിച്ച് കൂടും. ഞങ്ങൾ വീട്ടിൽ വന്ന് വൈഫ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള നല്ല ബന്ധങ്ങളായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം പോയി. അതൊന്നും എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. അത് ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഈ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർക്ക് ആസാദ് ആരാണ് എന്നറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പറയണം. അതായത് റഫിയുടെ ഭഗവാൻ എന്ന പാട്ട് റഫി പാടുന്നത് പോലെയോ അതിനേക്കാൾ നന്നായിട്ടോ ആസാദ് പാടും. ഞാൻ ഷംസിനെ സ്റ്റേജിൽ കണ്ട ഇന്ത്യൻ ക്ലബിലെ രാഗം ഓർക്കസ്ട്രയുടെ പ്രോഗ്രാമിന് 83 എൻ്റെ ഓർമ്മ. അന്നും ആസാദ് ഈ പാട്ട് അവിടെ പാടുകയുണ്ടായി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനിങ്ങനെ പാട്ട് കേട്ടിട്ട് സ്തബ്ധനായി പോവുക എന്നുണ്ടല്ലോ, അങ്ങനെ നിന്നു പോകുന്ന. ആസാദ് എന്ന് പറഞ്ഞാൽ ഒരു സംഗീതത്തില് ഒരു അഗ്രഗണ്യനാണ്. അദ്ദേഹം പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് പാട്ടിന്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അതിന്റെ ഏതൊക്കെ സ്പർശനങ്ങൾ, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിനൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അത് ഓട്ടോമാറ്റിക് ആളെ ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു സംഭവം. അത് നിറഞ്ഞ സംഗീതമാണ്. അത് ശാസ്ത്രീയമായിട്ട് പഠിക്കാനൊന്നും ആവശ്യമില്ല. സംഗീതം നമ്മുടെ ഇത് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുമൂസക്കയുടെ കാര്യം കൂടെ നമുക്ക് പറയണ്ടേ. കുഞ്ഞുമൂസക്ക, എൻ്റെ കുഞ്ഞുമൂസക്കയും എൻ്റെ ഒരു ഫാദറിന്റെ ഒരു സ്ഥാനത്ത് അദ്ദേഹത്തിന് എടുത്തേക്കണം. ഒരുപാട് പാട്ടുകൾ കുഞ്ഞുമൂസ ഞാൻ എഴുതിയിട്ടും നമ്മൾ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം മൂസക്ക പാടിയിട്ടുണ്ട്. മൂസക്കാരുടെ മരണവും അങ്ങനെ ഓരോരുത്തരും വിട്ടു. അതായത് എല്ലാവരുടെ കാര്യങ്ങളും ഇത് തന്നെ. എല്ലാവരും ഒരു നിശ്ചിത സമയം പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും അപ്പോൾ ഇതുപോലെ ഓരോന്ന് പറയാൻ ഒരാൾക്കാരുണ്ട് അതിൻ്റെ പിന്നിലും ആൾക്കാർ. ഇല്ല, അങ്ങനെയല്ല. എൻ്റെ ഒരു വിചാരം, ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ കുറേ പേരുകളില്ലേ, അവരൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത് മരണപ്പെട്ടു പോയ രാജൻ മാഷ് ഉൾപ്പെടെ. കാരണം ആ ആളെ നമ്മൾ ഓർക്കുന്നത് അയാൾ ചെയ്ത കലാപ്രവർത്തനത്തിന്റെ പേരില. അതിപ്പോ ഷംസിന്റെ പാട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചെയ്ത സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ആളുകൾ പിന്നെയും പിന്നെയും ഓർത്തു വയ്ക്കും. അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് നമ്മൾ ബാക്കി നിൽക്കും മനുഷ്യരുടെ ഓർമ്മകളിലൊക്കെ. മറ്റൊരാൾ ആശംസ പറയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഒരു വലിയ സംഗീതാസ്വാദകൻ, പാട്ടുകൂട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം ഉണ്ടാക്കി അത് കൊണ്ടു നടന്നിരുന്ന SV ബഷീറാണ് അടുത്ത ആശംസ പറയാൻ വരുന്നയാൾ. പ്രിയപ്പെട്ട ഷംസുഖയെ പറ്റിയിട്ട് ഉള്ള ഇങ്ങനെ ഒരു പരിപാടി വളരെ സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഷംസുഖൊക്കെ ഇങ്ങനെ ഉള്ള ഒരുപാട് അംഗീകാരത്തിന് ബഹ്റൈനിൽ ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഷംസുഖയായിട്ടുള്ള ബന്ധത്തിന് ഒരു 1/4 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. കേരള സമാജത്തിൽ വന്നത് മുതലാണ്. അതിനു മുമ്പേ ഷംസുഖയെ അറിയാം. ഷംസുഖയായിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ട് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ഒരു വല്ലാത്തൊരു കാലമായിരുന്നു അന്ന്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടികളും സംഗീത പരിപാടികൾ സംഘടിപ്പിക്കുക. അതോട് അങ്ങനെ മിക്ക ദിവസങ്ങളിലും റിഹേഴ്സൽ ക്യാമ്പുകളൊക്കെ അധികവും ഷംസുഖാന്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അന്ന് നേലൊക്കെ ചെറിയ കുട്ടിയായിരുന്നു. അവളെ പാട്ടും പരിപാടികളും. നിദാൽ അന്ന് അങ്ങനെ പാടുന്ന ഒരു കുട്ടിയായിരുന്നില്ല. പാട്ടിനോടൊക്കെ വൈമുഖ്യം കാണിച്ചിട്ട് ഒത്തിരി മാറി നിൽക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പം നിദാലും നന്നായിട്ട് പാടുന്നുണ്ട്. ഏതായാലും വളരെ നല്ല ഒരു ഇതാണ്. നിദാല് പബ്ലിക്കിൽ പാടി തുടങ്ങി എന്ന് കേട്ടപ്പോഴും അവനും എല്ലാ ആശംസകളും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഷംസുഖയായിട്ടുള്ള ബന്ധം, ഷംസുഖയുടെ കുടുംബമായിട്ടുള്ള ബന്ധം
ബാബിയൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുമായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്, പിന്നെ ഷംസുഖാന്റെ ബ്രദേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ, അഫ്സൽ, അൻസാർ, അഷ്റഫ് ഖാ, യാസർ, എല്ലാവരുമായിട്ടും വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. ചില സമയത്തൊക്കെ ഷംസുഖാന്റെ ഓരോ ബ്രദേഴ്സിനെയും കൂടുതൽ കൂടുതൽ നമ്മൾ അറിയുമ്പോൾ അവരുടെ സംഗീതത്തിൽ അവരുടെ കഴിവ് വളരെ ഡീപ്പായിട്ട് അറിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഓരോരാളും ബെറ്റർ മറ്റൊരാളാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഷംസുഖാന്റെ ബ്രദേഴ്സിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആൾ അഷ്റഫ് ഖാണ്. അഷ്റഫ് ഖാന്റെ ഒക്കെ ഒരു കപ്പാസിറ്റി എന്താന്ന് അഷ്റഫ് ഖാന്റെ വളരെ ക്ലോസ് ആയ ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. എല്ലാവരുമായിട്ടും വളരെ നല്ല ബന്ധമുണ്ട്. ഷംസുഖാൻ എന്ന് പറഞ്ഞാൽ ഷംസുഖാൻ അന്നത്തെ കാലത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും ഷംസുഖ കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്. ഷംസുഖ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഈ സംഗീതയാത്ര അങ്ങോട്ട് നിർത്തുകയായിരുന്നു. കമേഴ്ഷ്യലി പുള്ളി അതുവരെ എല്ലാ പരിപാടിക്കും വായിക്ക് ചെയ്താക്കൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഷംസുഖ ഡിക്ലെയർ ചെയ്യാണ് ഞാൻ ഇതൊക്കെ നിർത്തിയെന്ന്. പക്ഷെ അത് അങ്ങനെ നിർത്താൻ പറ്റുന്ന സംഗതിയല്ല. പക്ഷെ പബ്ലിക്കിൽ വായിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഷംസുഖക്ക് അങ്ങനെ ഇതങ്ങൾ നിർത്തിപ്പോകാൻ പറ്റുന്നൊരു സാധനമല്ലല്ലോ അത്. പിന്നെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക്കിൽ ഇവർ പറയും മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇവിടുത്തെ അന്നത്തെ കാലത്ത് കീബോർഡ് ഏറ്റവും കൂടുതൽ കീബോർഡ് വായിച്ചുകൊണ്ടിരുന്നത് ഷംസുഖയും റഫീഖും പിന്നെ ശ്രീയേട്ടനുമായിരുന്നു. ഇവര് മൂന്നുപേരും ഭയങ്കര പരസ്പരം മത്സരം എന്നൊക്കെയാണ് അന്നത്തെ കാലത്ത് പറയുന്നത്. ഇത് സംഘടിപ്പിക്കാൻ ഓടി നടക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ എന്നെയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് മൂന്നുപേരും തമ്മിൽ നല്ല ബന്ധമാണ്. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ. അപ്പൊ അതിലൊക്കെ എനിക്ക് സാധാരണ എല്ലാവരും നേരെ തിരിച്ചാണ് ഈ ഫീൽഡിലൊക്കെ കാണാം. പിന്നെ സിംഗേഴ്സ് ആയാലും എല്ലാവരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷും ഈഗോയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ 3 കീബോർഡ് ആർട്ടിസ്റ്റുകൾ, ബഹ്റൈനിലെ ഈ 3 കീബോർഡ് ആർട്ടിസ്റ്റുകൾ പരസ്പരം വളരെ സൗഹാർദ്ദപരമായിട്ട് പെരുമാറുകയും അങ്ങേയറ്റത്തെ റെസ്പെക്ട് ഈച്ച് അതേഴ്സ് അത് ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു ഇവർ 3 പേരും. അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പല പ്രോഗ്രാമും കൊണ്ടുവരുന്ന സമയത്ത് ആ സമയത്ത് ഒരു എറിഞ്ഞോളി മ്യൂസിക്കാരുടെ ഒരു പരിപാടി നടന്നപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുക, അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചിട്ട് അദ്ദേഹത്തിന്റെ 50 വർഷത്തെ സംഗീതയാത്രയെ ഒന്ന് ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി. ഇപ്പൊ അദ്ദേഹത്തെ ആരെ കൊണ്ട് ആദരിപ്പിക്കും എന്ന് ആദരിക്കുന്ന ആ ഒരു ചടങ്ങ് അംബാസിഡറെയോ അല്ലെങ്കിൽ വേറെ നമ്മളെ ഇന്ത്യൻ ക്ലബിലെ പ്രസിഡന്റോ അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അല്ലെങ്കിൽ കേരള സമാജം അങ്ങനെ ആരെങ്കിലും ചെയ്യാമെന്നുള്ള ആലോചന വന്ന സമയത്ത് എനിക്കൊരു ആശയം തോന്നി. ഞാൻ വിചാരിച്ചു ഇത് ബഹ്റൈനിലെ 3 സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കീബോർഡ് ആർട്ടിസ്റ്റുകൾ തന്നെ ആയിക്കോട്ടെ അദ്ദേഹത്തെ ആദരിക്കുന്നത്. അങ്ങനെ ഇവർ 3 പേരും കൂടി ശ്രീയേട്ടനും റഫീഖും ഷംസുഖായും ഇവർ 3 പേരും കൂടി എറിഞ്ഞോളി മൂസക്കായി ഇത് ഷാള് അണിയിച്ച് അദ്ദേഹത്തെ ആദരിച്ചു. അപ്പൊ അത് പരിപാടി കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ഒരുപാട് ആദരവ് ഞാൻ ഏറ്റുവാങ്ങി. പരിപാടി കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ഒരുപാട് ആദരവ് ഞാൻ ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട്. ദുബായിലും കുവൈറ്റിലും ഖത്തറിലും ഒക്കെ അംബാസിഡേഴ്സും അല്ലെങ്കിൽ സിനിമാ താരങ്ങളും മമ്മൂട്ടി പോലും അദ്ദേഹത്തെ ആദരിച്ച ചടങ്ങുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ എനിക്ക് ഏറ്റവും വിലയേറിയെന്ന് തോന്നുന്നത് ഇതാണ്. ഈ സംഗീതം അറിയുന്ന എനിക്ക് വേണ്ടി വായിച്ച 3 ആർട്ടിസ്റ്റുകൾ എന്നെ ഒരുമിച്ച് ആദരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് മൂസക്ക് പറഞ്ഞത്. അതെനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നി. അങ്ങനെ ഷംസുഖയുടെ സംഗീതയാത്ര ഇപ്പം തീർച്ചയായിട്ടും നഹലൊക്കെ ഇപ്പം കല്യാണമൊക്കെ കഴിച്ച് ദുബായിലേക്ക് പോയി. അന്നത്തെ കാലത്തൊക്കെ ഒരു പരിപാടികളൊന്നും ഇല്ലാതെ കേരള സമാജം അത്രയും ആക്റ്റീവായിരിക്കുന്ന ഒരു സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രോഗ്രാം കേരള സമാജത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലബിലുണ്ടാവും. ഇങ്ങനെ മാറി മാറി പ്രോഗ്രാമുകൾ ഇതൊക്കെ നടന്നൊരു കാലം. നേരത്തെ ഒരു സംഗീതത്തിന്റെ ഒരു ബഹ്റൈനിലെ ഒരു പുഷ്കര കാലം എന്ന് പറയുവാണെങ്കിൽ അതിനെ പറ്റിയിട്ട് അത്രയും നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാലമായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും ഇവരെല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധവും അത് സംഘടിപ്പിക്കാൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഓടി നടക്കുന്നതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ തെളിയുന്നു. ഏതായാലും ഷംസുഖയുടെ ഈ സംഗീതയാത്രയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊക്കെ എല്ലാ ആശംസകളും അറിയിക്കാം. എന്റെ ഒരു മൂത്ത ബ്രദർക്ക് എല്ലാ ആശംസകളും അറിയിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച രാജീവിനും അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷനും എന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. SP ബഷീർ.
SP ബഷീർ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ബന്ധമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. സംഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, വലിയ സംഗീതജ്ഞനാണ്. ഏത് ഗസൽ പരിപാടി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് കൂടാറുണ്ട്. ഒരുപാട് നല്ല ബന്ധമാണ്. നമ്മൾ ഇന്ന് വരെ അങ്ങനെ ഒരു പൊരുത്തക്കേടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംഗീതം, മ്യൂസിക് എവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും കാണും, സംസാരിക്കുന്നതിനെക്കുറിച്ച് വേറെ ഇതൊന്നുമില്ല. പിന്നെ കലാകാരന്മാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് കറക്റ്റാണ്. കാരണം ഇവിടെ ഞാൻ ഒരു കാലഘട്ടങ്ങളിൽ നല്ല ഇതിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഓർക്കസ്ട്രനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. നമ്മളെ റഫീഖ്, കീബോർഡ് റഫീഖ്. അത് എനിക്കെതിരായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ കലാകാരന്മാരെല്ലാവരും ഒരുപോലെ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് വേണമെന്നുള്ള ചിന്താഗതി അത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ആ ഗ്രൂപ്പിന് എതിരായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷേ റഫീഖ് അന്ന് മുതൽ ഇന്ന് വരെ ഇന്നലെയും വിളിച്ചിട്ടുണ്ട് എന്നെ റഫീഖ്. രാത്രി ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ റഫീഖിവിടെ വന്ന് എനിക്കെതിരായിട്ട് കൊണ്ടുവന്ന റഫീഖ് ഫസ്റ്റ് പ്രോഗ്രാം വായിക്കുന്ന റഫീഖ് എന്നെ കൂടി ഇരുന്നിട്ടുണ്ട്. കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ്റെ പ്രോഗ്രാം. അതങ്ങനെ ഒരിക്കലും കലാകാരന്മാരെ ഭിന്നിപ്പിക്കാനൊന്നും നോക്കിയിട്ടൊന്നും പറ്റില്ല. അത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പറ്റില്ല. മറ്റുള്ള കാര്യം എനിക്കറിയില്ല. എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങൾ ഇന്ന് വരെ ഞാൻ നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. കലാകാരന്മാരായാലും എല്ലാ ബഹ്റൈനിലെ എല്ലാ മ്യൂസിഷ്യൻസ്, ബഹ്റൈൻ മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അതിലെല്ലാവരുമായിട്ടും ഞാൻ നല്ല ബന്ധങ്ങളാണ്. നമുക്ക് ആരോടും ഒരു പരിഭവവും ഇല്ല, ഒന്നുമില്ല. അവർ പങ്കെടുപ്പിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആവശ്യമില്ല. വളരെ നല്ല രീതിയിലാണ് ഇവിടെ അതിനൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് നിദാലിന്റെ ഇനിയൊരു പാട്ടും കൂടെ കേൾക്കാം. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഏത് പാട്ട്? ഉയരെ ഉയരെ. പഴയ പോലൊന്നും വായിക്കാൻ പറ്റുന്നില്ല. உயிரே உயிரே வந்து என்னோடு கலந்து விடு. உயிரே உயிரே வந்து என்னோடு கலந்து விடு. நினைவே நினைவே வந்து என்னோடு கலந்து விடு. நிலவே நிலவே வந்து நெஞ்சோடு கலந்து விடு. காதல் இருந்தா எந்தன் கண்ணோடு கலந்து விடு. காலம் தடுத்தா எந்தன் கண்ணோடு கலந்து விடு. உயிரே உயிரே வந்து என்னோடு கலந்து விடு. நினைவே நிலவே வந்து நெஞ்சோடு கலந்து விடு. என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வாராமல் போனா மலை மீது தீ குளிப்பேன். என் உயிர் போகும் போனாலும் உயிரல்லை கண்ணே, அதற்காக வாப்பாகிறேன். வரும் எதிர்காலம் உன் மீது படி போதும் பெண்ணே, அதற்காக வாப்பாகிறேன். முதலா முடிவா அது உன் கையில் கொடுத்து விட்டேன். உயிரே உயிரே
வந்து என்னோடு கலந்து விடு நிலவே நிலவே வந்து நெஞ்சோடு கலந்து விடு. ഒരു ഫേസ്ബുക്ക് കമന്റ് വന്നിട്ടുണ്ട്. മൂസക്ക, കണ്ണൂർ ഷെരീഫ് ഇവരുടെയൊക്കെ വളർച്ചയിൽ ഷംസുക്കയുടെ പങ്ക് ഭയങ്കര വലുതാണ് എന്ന് പറഞ്ഞൊരാൾ ഫേസ്ബുക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അന്നൊരു ഓർമ്മ വന്നു. മാധ്യമം പത്രത്തിന്റെ ബഹ്റൈൻ ഗൾഫ് മാധ്യമത്തിന്റെ വാർഷികം, അതിന് കണ്ണൂർ ഷെരീഫ് അൽരാജ സ്കൂളിൽ പ്രോഗ്രാം, ഞാനായിരുന്നു പ്രസിഡന്റ് പ്രോഗ്രാമിന്റെ. അപ്പോൾ ഓർക്കുന്നില്ലേ ഷംസ്? അപ്പോൾ അന്നത്തെ നമ്മളുടെ ആ സംഗീത ദിവസം അന്ന് അഫ്സലും ഉണ്ടായിരുന്നു, കണ്ണൂർ ഷെരീഫും ഉണ്ടായിരുന്നു. അഫ്സലും കണ്ണൂർ ഷെരീഫും ഇപ്പോൾ ലോക പ്രശസ്തരായ പാട്ടുകാരാണ്, ഒരു വലിയ വിധികർത്താക്കളും ഇരിക്കുകയാണ്. അപ്പോൾ ഒരാളിന്റെ കമന്റാണ്. അപ്പോൾ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യർ എവിടേക്കോ ഇരുന്ന് ഇതെല്ലാം ഓർമ്മിച്ച് വെക്കുന്നുണ്ട്, സംഭവിച്ച കാര്യങ്ങൾ. ചരിത്രം എനിക്ക് നമ്മളെ 1 മണിക്കൂറിൽ കൂടുതലായി നമ്മൾ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും വളരെ സമയം നീണ്ടുപോകാൻ പറ്റും. പക്ഷേ നമുക്ക് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ അതിനു മുന്നേ ഞാൻ നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ചോദ്യം, അറബികളുടെ പ്രോഗ്രാമിനെ വായിച്ചിട്ടുണ്ടോ? അറബി പ്രോഗ്രാം വായിച്ചിട്ടുണ്ടോ? അറബി എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നാസർ സാദു എന്നാണ് എൻ്റെ പേര്. അവൻ ബഹ്റൈനിയാണ്. അവൻ നല്ലൊരു പാട്ടുകാരനാണ്. അപ്പം അവൻ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വരും. എനിക്ക് അവനെ ഒരു ഊത് സമ്മാനിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഊത് പോലത്തൊരു സാധനം വായിക്കണം. അത് ഞാൻ ഇവിടുത്തെ നമ്മുടെ, എനിക്കതുകൊണ്ട് കാര്യമില്ല, കാരണം നമ്മളത് വായിക്കില്ല. അത് അവൻ എനിക്ക് തന്നപ്പോൾ ഞാനത് കൊടുത്തത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബേണി ഇഗ്നേഷ്യസ്. പുള്ളി ഇവിടെ വന്ന സമയത്ത് പുള്ളി അത് എന്നോട് ചോദിച്ചു, ഷംസുക്ക അത് എനിക്ക്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊണ്ട് എനിക്കിത് ആവശ്യമില്ല, എനിക്കൊരു അറബിയാന്നാണ്. പക്ഷേ ആ നാസർ സാദു എന്ന് പറഞ്ഞാൽ അവൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു ഹാല പോലീസ് സ്റ്റേഷനിൽ. ഇടയ്ക്ക് എന്നെ വിളിക്കും, സംഗീതത്തെക്കുറിച്ചൊക്കെ അവൻ്റെ ഓഫീസിൽ സംസാരിക്കും. പിന്നെ ഇടയ്ക്ക് എന്നെ കൊണ്ട് ജയിലൊക്കെ കാണിച്ചു തരും, കുറേ നമ്മുടെ ആൾക്കാരൊക്കെ കിടക്കണ കാണിച്ചു തരും. അവൻ അങ്ങനത്തെ നല്ലൊരു പാട്ടുകാരനായിരുന്നു സ്റ്റേജിൽ. അത് ഞങ്ങളുടെ ഓർക്കസ്ട്ര അവന് മോളായിട്ടൊക്കെ ഒരുപാട് ഡിബേറ്റ് സോങ്സും അറബിക് പാട്ടുകളൊക്കെ അവർ പാടിയിട്ടുണ്ട്. ഒരുപാട് ഈ ആൻഡ്രൂസ് ഗാർഡനിൽ അവൻ്റെ ഒരു പരിപാടി ഉണ്ടാവും, അവൻ്റെ പരിപാടി അങ്ങനെ. പിന്നെ ഒരു സൗദിയിൽ നിന്ന് ഒരു സൗദിക്കാരൻ വരും. അവൻ ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ വിളിക്കും, അവനെ വന്നിട്ട് 2-3 ഹിന്ദി പാട്ട് പാടിയിട്ട് പോകും. അങ്ങനെ കുറച്ച് ബന്ധങ്ങളൊക്കെ കുറേ അറബികളായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. അറബിക് പ്രോഗ്രാമിന് നമ്മുടെ മലയാളം പ്രോഗ്രാം പോലെ സ്റ്റേജിൽ വായിക്കുകയും അവർ വലിയ ഓഡിയൻസ് ആയിട്ട് ഉണ്ടാകുകയും അങ്ങനത്തെ ഉണ്ട്, നന്നായിട്ടുണ്ട്. അല്ലാതെ അവർക്ക് എങ്ങനെ സംഗീതം നിഷിദ്ധമൊന്നുമല്ല, അവര് നന്നായിട്ട് ഇത് പങ്കെടുക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നത് പോലെ. നമ്മുടെ പരിപാടി നടത്തുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ അറബിയുടെ 2 പാട്ട് 3 പാട്ടൊക്കെ ജസ്റ്റ് ഇങ്ങനെ പാടുന്നല്ലാണ്ട്. വലിയ സന്തോഷം ഇത്രയും സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല പാട്ടുകളായിരുന്നു കേട്ടോ. താങ്ക് യു വെരി മച്ച്. അടുത്ത റേഡിയോ രംഗിന്റെ സിംഫണിയിൽ വീണ്ടും കാണാം. ബൈ. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി Radio Rang, Color Your Life.